നോ പറയാൻ മടിയുള്ള കുറെ ആൾക്കാരുണ്ട്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് എന്ത് വിചാരിക്കുമെന്ന് ഓർത്തിട്ട് പല കാര്യങ്ങളും തുറന്നു പറയാൻ മടിക്കുക. അതുപോലെ നോ പറയാതെ പല കാര്യങ്ങളും അനുസരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് നമുക്ക് ചുറ്റും. ഇവരെ പറ്റിയല്ല ഞാൻ സംസാരിക്കുന്നത്. ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ സ്വഭാവം ഇതാണെന്ന് മനസ്സിലാക്കിയിട്ട് ആൾക്ക് നോ പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ആൾക്ക് അത്ര സാമർഥ്യമുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞെന്താന്ന് വെച്ചാൽ, നോ പറയാത്തത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാമർത്ഥ്യം കാണിക്കാത്തത് നിങ്ങളുടെ കഴിവേട്, ഞാൻ ചെയ്യുന്നത് എന്റെ കഴിവ്. ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഇത്ര സാമർത്ഥ്യമുള്ളൂ, ആൾക്ക് നോ പറയാൻ ബുദ്ധിമുട്ടുണ്ട്, ആള് എല്ലാരെയും പോലെ എനർജറ്റിക് ആയിട്ടുള്ള ഒരാളല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു സിറ്റുവേഷനെ ഇതുപോലെ മുതലെടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിൽ ഏറ്റവും ഒരു പോയിന്റ് എന്താന്ന് വെച്ചാൽ, ഈ നോ പറയാൻ മടിയുള്ള ആളുകൾ, ഡിസേർവിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ചോദിച്ചു വാങ്ങാൻ മടിയുള്ള ആളുകളൊക്കെ മിണ്ടാതിരിക്കുന്നത്, നിങ്ങൾ പറയുന്നതൊക്കെ അനുസരിക്കുന്നത് നിങ്ങളോടുള്ള ഒരു റെസ്പെക്ട് കൊണ്ടോ സ്നേഹം കൊണ്ടോ നിങ്ങളായിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടൊക്കെ നഷ്ടപ്പെടുമോ എന്നൊക്കെ പേടിച്ചിട്ടായിരിക്കും. അത് മനസ്സിലാക്കിയിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാന്ന് പറയുന്നത് അത്ര നല്ല കഴിവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മളെല്ലാം വാച്ചിങ് ആണ്, നമ്മളെല്ലാം കാണുന്നുണ്ട്, നമ്മൾ പലപ്പോഴും എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളോടുള്ള എന്തെങ്കിലും ബന്ധത്തിന് പുറത്ത് കാണിക്കാതിരിക്കുന്നത് സ്നേഹമുള്ളതുകൊണ്ടാണ്, നല്ലൊരു മനസ്സുള്ളതുകൊണ്ടാണ്.